നമസ്തേ നമസ്തേ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. തിരുത്തണിയിൽ മുരുകക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞ് ഇറങ്ങി. നമ്മളിപ്പോൾ തിരുവണ്ണാമലയിൽ എത്തിയിട്ടോ. തിരുവണ്ണാമലയിൽ ക്ഷേത്രത്തിൻ്റെ പരിസരത്തെത്തി. അണ്ണാമലയാർ ഭഗവാനെ തൊഴാൻ പോവുകയാണ്. തൊട്ടടുത്തെത്തിയിരിക്കുകയാണ് കേട്ടോ. നല്ല തിരക്കാണ്. തമിഴ്നാട്ടിലെ തിരുവണ്ണാമല ജില്ലയിൽ അണ്ണാമലൈ കുന്നുകളുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ശിവക്ഷേത്രമാണ് അരുണാചലേശ്വര ക്ഷേത്രം അഥവാ അണ്ണാമലയാർ ക്ഷേത്രം. കിഴക്കോട്ട് ദർശനമായാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ശിവക്ഷേത്രത്തിന് ഇടതുവശത്തായിട്ട് ശ്രീപാർവതിയുടെ ക്ഷേത്രവുമുണ്ട്. 9-ാം നൂറ്റാണ്ടിൽ ചോള രാജാക്കന്മാർ നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രം. പഞ്ചഭൂത സിദ്ധാന്തമനുസരിച്ച് ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നീ പഞ്ചഭൂതങ്ങളുടെ സംയോജനമായാണ് ജീവൻ ഉത്ഭവിച്ചത്. ഇവയിൽ അഗ്നിലിംഗമാണ് ഇവിടത്തെ പ്രതിഷ്ഠ. പാർവതിയെ ഇവിടെ ഉണ്ണാമുലയമ്മൻ എന്ന് വിളിക്കുന്നു. ഉണ്ണാമുലയമ്മൻ എന്ന് വെച്ചാൽ മുലപ്പാൽ ഉണ്ണാത്തവൾ, കുടിക്കാത്തവൾ എന്നാണ് അർത്ഥം. അതായത് അമ്മ തന്നെയായ ദേവിക്ക് മറ്റൊരമ്മയില്ല എന്ന് വെച്ചാൽ ആദ്യത്തെ അമ്മ തന്നെയാണ് ദേവി എന്നർത്ഥം. ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം ഇടതുഭാഗത്തായി ഒരു സുബ്രഹ്മണ്യ പ്രതിഷ്ഠയുണ്ട്. ദാ ഗോപുരം കാണുന്നു കേട്ടോ. ക്ഷേത്ര ഗോപുരം കണ്ടില്ല അകലെ? ഇവിടെ ഇങ്ങനെ തിരിഞ്ഞൂല്ലേ? ഇവിടെ കാർത്തിക മാസത്തില് കാർത്തികോത്സവം ഉണ്ട്. അതായത് നമ്മുടെ വൃശ്ചിക മാസത്തിൽ കാർത്തിക ദിവസം ഇവിടെ കാർത്തികോത്സവം നടക്കുന്നുണ്ട്. അതിനുള്ള രഥമാണ് കേട്ടോ ഇതൊക്കെ. നമ്മൾ കണ്ടു, ഇവിടുത്തെ ഉത്സവം കഴിഞ്ഞിട്ട് രഥങ്ങളൊക്കെ കയറ്റിയിട്ടിരിക്കുന്നതായി കാണുന്നത്. നമ്മൾ 2 രഥങ്ങളുണ്ട്. 3-ാമത്തെ രഥം ഇവിടെ. ഇവിടുത്തെ രഥോത്സവം അതിപ്രസിദ്ധമാണ്. കാർത്തികോത്സവം എന്ന് പറയും. 5-10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമാണ് ഇവിടെ. അവിടെ ഒരു എൻട്രൻസ് കണ്ടില്ലേ, ഒരു കവാടം, ഒരു ആർച്ചായിട്ട്. ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് രമണാശ്രമം. രമണാശ്രമമാണ് ആ കാണുന്നത് കേട്ടോ. അവിടെ ഒരു ആശ്രമമൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് വേണമെങ്കിൽ പോയി ഒന്ന് അവിടെ സന്ദർശിച്ചു വരാം. നല്ല തിരക്കാ. വണ്ടി ഇവിടെ എവിടെയെങ്കിലും ഇടണ്ടേ? നമുക്ക് പാർക്കിംഗ് അങ്ങനെ ഉണ്ടോ? വണ്ടി എക്കടെ പാർക്ക് പണിയാ ഉടുപ്പി വൃന്ദാവൻ. എന്തോ തിരക്ക് ചേട്ടാ, എന്തൊരു തിരക്കുള്ള സ്ഥലം. തമിഴ് കലണ്ടർ അനുസരിച്ച് കാർത്തിക മാസത്തില്, അതായത് നമ്മളുടെ അവിടുത്തെ വൃശ്ചിക മാസത്തിലെ കാർത്തിക നക്ഷത്രത്തിലൊക്കെയാണ് കാർത്തികോത്സവം ഇവിടെ നടക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഉത്സവമാണ് കാർത്തികോത്സവം. നമ്മൾ കാർത്തിക കഴിഞ്ഞിട്ടാണല്ലോ ഇങ്ങോട്ട് പുറപ്പെട്ടത് തന്നെ. ടെമ്പിൾ പാർക്കിംഗ് ടെമ്പിൾ പാർക്കിംഗ് ടൈം 4:30 ഓപ്പൺ ആയിട്ട്. എത്ര മണി വരെ ഇരിക്കും? 9. ചേട്ടൻ കേട്ടില്ലേ? 4:30 ഓപ്പൺ ആയി. ഇത് പണിയാ. ഓക്കെ. അത് നല്ലൊരു പരിപാടിയാണ്. എന്താ ഇത് ഇനി പോകുമ്പോ എന്റെ പേരായിരിക്കും. യോഗി പോയാ? യോഗിനൊരു വണ്ടി കണ്ടില്ലേ പോയത്? ആ മുകളിലായിട്ട് കാണുന്ന ഒരു മല കണ്ടോ? ആ മലയാണ് തിരുവണ്ണാമല. അതായത് ഈ അമ്പലത്തിന്റെ ബാക്ക് ഭാഗിലാണ്
ബാക്കിലായിട്ടാണ് ആ മല സ്ഥിതി ചെയ്യുന്നത്. അവിടെ വലിയ കുറേ ആശ്രമങ്ങളും ഒരുപാട് സന്യാസിമാരൊക്കെ ഇപ്പോഴും ഉണ്ട്. ഈ മലയ്ക്ക് ചുറ്റും ഇവിടെ ആൾക്കാർ വലം വെക്കുന്നതാണ് ഗിരി വലം വെക്കാതെ, കണ്ടില്ലേ? ഇപ്പം നമ്മൾ അമ്പലത്തിൻ്റെ പിൻഭാഗത്താണ് കേട്ടോ. ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ ഭാഗത്താണ് നമ്മൾ. ഞാൻ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കാനാണ്, എനിക്ക് ഇവിടെ കാണാൻ പറ്റുള്ളൂ. റൈറ്റ് സൈഡിൽ കണ്ടതാ പടിഞ്ഞാറേ ഗോപുരമാണ് കാണുന്നത്. എൻ്റെ അമ്മയെ എന്ത് ഹൈറ്റല്ലേ നോക്കേട്ടാ. നന്ദി പറയാതിരിക്കണേ മതിലുമ ഫുള്ള്. പടിഞ്ഞാറ് വശത്തായിട്ട് റോഡിൽ തന്നെ നമ്മുടെ കാറ് പാർക്ക് ചെയ്തു ഇറങ്ങി ഞങ്ങൾ. എല്ലാവരും ഞങ്ങളോടൊപ്പം വരൂ കേട്ടോ. നമുക്ക് നടന്ന് ഇവിടെ മുഴുവനും കണ്ട് ആസ്വദിക്കാം, ഭഗവാനെ തൊഴാം, പ്രാർത്ഥിക്കാം. ഇതാണ് പടിഞ്ഞാറേ ഗോപുരം. ഇതിൻ്റെ മുകളിലൊക്കെ നന്ദി അതന്നെ. ആ പക്ഷെ എന്താ ഹൈറ്റ് എൻ്റെ ഭഗവാന്. ആ ബൃഹദീശ്വര ക്ഷേത്രം തഞ്ചാവൂര് അതേപോലെ തന്നെയാണ് മതിലിൻ്റെ മുകളിൽ. അതായത് കണ്ടോ എത്ര ഹൈറ്റാ മതിലിന്. അതിൻ്റെ മുകളിൽ നന്ദി നിറയെ എണ്ണിയാൽ പറ്റില്ല, കഴിയില്ല, അത്ര അധികം ഉണ്ട്. ഞാൻ കുറേ എണ്ണിട്ടോ. ഒന്നര 2.5 പിന്നെ ഇവിടെ വരെ എത്തിയപ്പോഴേ ആ ഗോപുരം തൊട്ട് ഈ ഇവിടെ വരെ എത്തിയപ്പോൾ 35 നന്ദി എണ്ണിയാണ് ഈ പൊക്കത്തിലുള്ളത് കേട്ടാ. താഴേക്ക് വേറെ 35. നമ്മളങ്ങനെ നടന്ന് കിഴക്കേ ഗോപുരത്തിൻ്റെ അടുത്ത് എത്താറായി കേട്ടോ. ആ കാണുന്നതാണ് കിഴക്കേ ഗോപുരം. ഇതിലൂടെയാണ് നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പോണത്. എത്തി നമ്മൾ. ശിവശിവ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഹൈറ്റ് എത്രയാണെന്നുള്ളത് അറിയുമോ? 66 മീറ്റർ ഹൈറ്റ് ഉണ്ട് ഇതിനെത്ര. നമ്മളിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കടന്നു കേട്ടോ. മതിൽക്കകത്തേക്ക് കടന്നു നമ്മൾ. ഇനിയിപ്പോൾ ഉള്ളിലേക്ക് കടക്കാനുള്ള പാസ് എടുക്കാനായിട്ട്, അതായത് ക്യൂ നിൽക്കാനുള്ള ഒരു പാസ് ഉണ്ട്. 50 രൂപയുടെ ഒരു പാസ് എടുത്താൽ വേഗം നമുക്ക് കടക്കാം, ദർശനം നടത്താം. അതിനായിട്ട് ക്യൂ നിൽക്കുകയാണ് കേട്ടോ നമ്മളിപ്പോൾ. ഓം നമഃ ശിവായ. ഇവിടുത്തെ കാർത്തികോത്സവം 10 ദിവസം നീണ്ടു നിൽക്കുന്നതാണത്രേ. ഗംഭീര തിരക്കായിരിക്കും ഇവിടെ. കറക്റ്റ് ആ ദിവസം ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ഒരു സംഗമമായിരിക്കും ഇവിടെ. രഥോത്സവമാണ് ഏറ്റവും പ്രധാനം. ശിവനെ എഴുന്നള്ളിച്ചിട്ട് ഒരു രഥം, അതിനു ചുറ്റും വാദ്യമേളങ്ങളും ഭക്തജനങ്ങളും നർത്തനം ചെയ്യാണ്. അതുപോലെ തന്നെ ദേവിയെ ഇരുത്തിയിട്ടുള്ള ഒരു രഥം, സുബ്രഹ്മണ്യനെ ഇരുത്തിയിട്ടുള്ള രഥം. അങ്ങനെ അമ്പലത്തിന് ചുറ്റുമുള്ള ഭാഗം ഏകദേശം എനിക്ക് തോന്നുന്നത് 2 കിലോമീറ്ററോളം ദൂരം ഉണ്ടെന്ന് തോന്നണത്. അത്രയും ഭാഗത്ത് മുഴുവൻ നിറയെ ജനങ്ങളായിരിക്കും. ഉത്സവമാണ് ഉത്സവം. നമുക്ക് ആ ഉത്സവം കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല എങ്കിലും അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ കാണാം. എന്തായാലും നമസ്കാരം നോക്കൂ. ചെട്ടിമല്ലിപ്പൂവ്, കരിമ്പ്, അതുപോലെ കൈതച്ചക്ക തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്തിരിക്കണേ കണ്ടില്ലേ. ആ അത് കരിമ്പുണ്ട് അല്ലേ. ശരി. തുളസി, ചെട്ടിമല്ലിയും ജമന്തിയും മറ്റേ ചേട്ടാ കൈതച്ചക്ക, പിന്നെ
നമ്മളിപ്പോൾ അരുണാചലേശ്വരനെയും ഉണ്ണാമുലൈ അമ്മനെയും തൊഴുതു പുറത്തേക്ക് കടന്നു. ഉള്ളിൽ വീഡിയോ പിടിക്കാൻ സാധിക്കില്ല എങ്കിലും പുറത്ത് വന്ന് നമ്മൾ ഇവിടുത്തെ ഈ സ്ഥലമൊക്കെ കുറച്ച് നേരം കണ്ട് ആസ്വദിക്കാം. ഭംഗിയായ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്. ഇതൊക്കെ കാർത്തികോത്സവത്തിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് കേട്ടോ. എന്താ രസമല്ലേ. കുറേ നേരം നിന്നിട്ട് നമുക്കിതൊക്കെ നോക്കി കാണാം. ഇത്രയും ദൂരേക്ക് നമ്മൾ വന്നതല്ലേ, നന്നായിട്ട് ആസ്വദിക്കാം. അലങ്കാരം, നല്ല കാറ്റുണ്ട് ഇവിടെ. എന്ത് രസമായിരിക്കണു. അവിടെ എന്താ ഒരു ശബ്ദം കേൾക്കണത് നോക്ക്. ടെസ്റ്റില് ലെൻസുകൾ ഹൈ പവർ ആയിരിക്കും. കപ്പക്കെട്ട് വരെയില്ല, കൊണ്ട് വരില്ല. മനസ്സിലായ ഇങ്ങനെയാണ് തൊഴണ്ട. ഇവിടെ വന്ന് മണ്ഡപത്തിൽ വന്ന് തൊഴുത് ഭയങ്കര ഷെയറിനെ കൺട്രോൾ ചെയ്തിട്ടാണ് ചെയ്യണത്. നമ്മള് അരുണാചൽ മലയിൽ കാർത്തിക ദീപം ഒരു കണ്ടില്ലേ? ആ മലയുടെ മുകളിൽ പ്രകാശിക്കണ കണ്ടു. ആ മലയുടെ മുകളിലെ ലൈറ്റ് അല്ലേ? ഇനി ഇവിടെയാണ് 1000 കാൽ മണ്ഡപമൊക്കെ ഉള്ളത്. നമുക്ക് നോക്കാട്ടോ. ശിവൻ്റെ നടനമാണ് കണ്ടോ, താണ്ഡവ നൃത്തത്തിൻ്റെ
വ്യത്യസ്ത ഭാവങ്ങളാണ് ആ കാണുന്നത്. അതിൻ്റെ ചിത്രങ്ങളാണ് ഈ നിരനിരാന്ന് വെച്ചിരിക്കുന്നത്. നടനഭാവം തൂണുകളിലുമുണ്ട്. ഇതുപോലെ ശില്പങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്, നടരാജൻ്റെ തന്നെ. എല്ലാം ശിവമയം, അമ്മമയം. ഫുള്ള് ഡാൻസിൻ്റെ സ്റ്റെപ്പുകളും മുദ്രകളൊക്കെ തന്നെയാണ്. കണ്ടോ, അതിൻ്റെ അടുത്ത് എഴുതി വച്ചിട്ടുണ്ട് ഓരോന്നിലും. അപ്പോൾ ഇതിൽ 1000 ഉണ്ടാവും കേട്ടോ. അതേ ഇവിടെയൊക്കെ ഉണ്ട്. ശിവശിവ. ഇവിടെ എന്താ കാണണേ? കുതിരകളാ. ആഹാ, എത്ര കുതിരയുണ്ട്? 3, 4, 5, 6, 7, 8, 9, 10, 11, 12 കുതിരകൾ. ശിവ. ഗംഭീരം. ഏതിക്കൂടെ വരണ്ടേ, ഏതിക്കൂടെ പോകണ്ടേന്ന് അറിയില്ല അല്ലേ? ഭഗവാനെ, എന്തൊട്ട് കാണണേ. നമ്മൾ അതെന്തെന്നറിയാം, അവിടെ കേട്ടോ രമണ മഹർഷി കണ്ടേ, അവിടെ തപസ് ചെയ്താൽ കണ്ടെന്ന് തോന്നുന്നു ആ സ്ഥലം. അവിടെ ഇത് ഇവിടുത്തെ കാല് വ്യത്യാസമുണ്ട് കേട്ടോ. വീതി കൂടിയ കാലാ കണ്ട. കുതിര ഇവിടെയും ഇവിടുത്തെ കാലുകൾക്കൊക്കെ വീതി കൂടലാ. എൻ്റെ ശിവ, എന്തൊരു ഭംഗിയല്ല ചേട്ടാ. അവിടുത്തെ കാല് പോലെയല്ല. ഇല്ല, 1000 കാലൊക്കെ ഉണ്ടോ? ഭഗവാൻ രമണ സീറ്റഡ് നിയർ എന്നിട്ട് അവിടെ നമുക്ക് തുറക്കാൻ പറ്റില്ല. പാതാളാ? അതവിടെ ആൾക്കാർ ഇറങ്ങണുള്ളൂ. ഇതേ അവിടെ ഉണ്ട് ഇറങ്ങണ ആൾക്കാർ. ഇതേ ഇറങ്ങണണ്ട പാതാളം. ഇത് രഥത്തിൻ്റെ പോലല്ലേ ഇത്? ഇതെന്താ അറിയാട്ടാ? ശിവൻ പാർവതിയൊക്കെയുണ്ട്. രമണ മഹർഷി ഇതിനുള്ളിൽ ഇവിടെ അത്ര തപസ് ചെയ്തത് ഒരു ഗുഹയാണെന്നാണ് പറയുന്നത്. ഇതിന് പാതാള ഗുഹ എന്ന് പറയും. അതിൻ്റെ ഉള്ളിലൊരു ക്ഷേത്രമാണ്. അതിൻ്റെ മുകൾ ഭാഗം ആണ് കാണുന്നത്. നമുക്കിറങ്ങാം. പിന്നെ അപ്പോൾ കടക്കാം. കുറേ പേരുണ്ട് അല്ലേ?
அதான் சொன்னேன் ஒரு விஷயம் சொன்னல பணம் இருக்கு நான் என்னன்னு அப்புறம் நீங்க என்ன இவ்வளவு வேலை இருக்கு അങ്ങനെ ഞങ്ങൾ അരുണാചലേശ്വർ ഭഗവാനെയും ഭഗവതിയെയും സുബ്രഹ്മണ്യ സ്വാമിയൊക്കെ തൊഴുതു. അവിടുത്തെ വീഡിയോ മാത്രം കാണിക്കാൻ സാധിക്കില്ല. പിന്നെ നമ്മൾ 1000 മണ്ഡപം കണ്ടു. പാതാള ഗുഹയിലും പോയി തൊഴുതു. അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റി. പുറത്തേക്ക് ഇറങ്ങിയിട്ടോ. ഇനി ഞങ്ങൾ ഇതിൻ്റെ ചുറ്റും നടക്കുക. ഈ ക്ഷേത്രത്തിന് ചുറ്റും നമ്മൾ വന്നത് പടിഞ്ഞാറ് നടയിലിറങ്ങിയിട്ട് വടക്ക് ഭാഗത്തൊക്കെ വന്ന് കിഴക്ക് ഭാഗത്ത് എത്തി ഉള്ളിൽ കടന്നു. ഇനി നമുക്ക് കിഴക്ക് ഭാഗത്തുനിന്ന് തെക്കേ ഭാഗത്തൊക്കെ പോയിട്ട് പടിഞ്ഞാറ് എത്തിയിട്ട് വേണം കാർ എടുക്കാനായിട്ട്. അപ്പോൾ ഈ സ്ഥലമൊക്കെ ഒന്ന് കാണാമല്ലോ നമുക്ക്. കിഴക്ക് അയ്യോ എന്നിട്ട് ഈ കാണുന്ന മതിലിന്റെ മോൾ ഭാഗത്ത് ആ ലൈറ്റ് കത്തുണ്ടല്ലേ നമുക്ക് ആകാശത്താന്ന് വിചാരിക്കൂല്ലേ? ചേട്ടാ മതിലിന്റെ മോളിൽ ലൈറ്റ് കത്തുന്നതല്ല, ലൈറ്റ് മതിലിന്റെ മുകളിൽ വെച്ചേക്കണത്. അത്ര ഹൈറ്റില് മതിലല്ലേ? ഇല്ലേ? ആണോ? ശരിയാവൂല്ലേ? എൻ്റെ പൊന്നെ, ഞാൻ നടന്നു പോകുമ്പോൾ കിട്ടുന്നേ, എവിടെന്നെങ്കിലും കിട്ടും. നമ്മൾ കാറിൻ്റെ അടുത്തേക്കാണ് പോണ കേട്ടോ. പടിഞ്ഞാറ് നടയിലല്ലേ, അവിടെ ഒരു എത്തണം. ശരിക്കും ഇതെന്താ പറയാ, കൈലാസാണോ? ഈശ്വര, ఏమోపాంటావు అడిగితే പറഞ്ഞാലേ 1.5 മണിക്കൂർ യാത്ര ചെയ്താലേ സ്ഥലത്തെത്തുള്ളൂ. എൻ്റെ പൊന്നേ, നമ്മളവിടെ നിന്ന് പുറപ്പെട്ടിട്ട് 1.5 മണിക്കൂറല്ല, ഒരുപാട് സമയമെടുത്തു കേട്ടോ. ചുറ്റിക്കറങ്ങി അവസാനം സേലത്ത് വസന്തം എന്ന ഹോട്ടലിലെത്തി. അവിടെ താമസിച്ചു, ഉറങ്ങി. പിറ്റേ ദിവസം വെളിച്ചായി പുറത്ത് വന്ന് ഞങ്ങൾ ഈ സ്ഥലം തൊട്ട് മുന്നിലുള്ള ഈ റോഡൊക്കെ കണ്ടു. മുകളിൽ കൂടെയും വാഹനങ്ങൾ പോവും, അടിയിൽ കൂടെ. ഇവിടെ പല സ്ഥലങ്ങളിലേക്കും പല വഴി കൂടെ പോവാം. അപ്പോൾ ഈ ഹോട്ടലിലാണ് ഞങ്ങൾ താമസിച്ചത്. ശ്രീ ശരവണ ഭവൻസ് ഹൈ ക്ലാസ് വെജ് റെസ്റ്റോറൻറ്റ്. ഇവിടെയാണ് ഇന്നലെ രാത്രി ഉറങ്ങി, രാവിലെ എണീറ്റ് ഭക്ഷണം കഴിച്ചു. ഇപ്പം ഞങ്ങളിനി പോവുകയാണ് കേട്ടോ, തിരിച്ച് പോരാണ്. ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ പറയാം. അവരെന്തോ ചെക്കൗട്ട് ചെയ്യാനായിട്ട്, ചെക്കൗട്ട്. നമുക്ക് കയറാം അല്ലേ വണ്ടിയിൽ? ബൈ, ഗുഡ് ബൈ. ബൈ ശരവണ റെസിഡൻസി. ഓക്കെ, നമ്മൾ വണ്ടി കയറാം.